कि इस बार भारत देश पूरी तैयारी के साथ है और इस बार वो संयम नहीं रखेगा जो सिंदूर 1.0 में हमने संयम रखा था। इस बार हम आगे की कार्रवाई करेंगे और कुछ ऐसी कार्रवाई करेंगे कि हो सकता है पाकिस्तान को सोचना पड़े कि उसे इतिहास में भूगोल में रहना है कि नहीं रहना। अगर उसे भूगोल में अपनी जगह बनानी है तो उसके लिए उसे जो स्टेट स्पॉन्सर टेररिज्म जिसको हम बोलते हैं, यानी कि उसका देश जो ടെററിസം को स्पॉन्सर कर रहा है उसे रोकना। പാകിസ്ഥാന് മുന്നറിയിപ്പുമായി ഇന്ത്യൻ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. ഭരണകൂടം സ്പോൺസർ ചെയ്യുന്ന ഭീകരവാദം പാകിസ്ഥാൻ നിർത്തണമെന്ന ഇന്ത്യൻ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയുടെ മുന്നറിയിപ്പ്. അല്ലെങ്കിൽ അയൽ രാജ്യത്തിന്റെ ചരിത്രപരവും ഭൂമിശാസ്ത്രപരവുമായ നിലനിൽപ്പ് അപകടത്തിലാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂറിന്റെ രണ്ടാം പതിപ്പിനുള്ള സൂചനകൾ നൽകിക്കൊണ്ടാണ് സൈനിക മേധാവി സംസാരിച്ചത്. വീണ്ടും പ്രകോപിപ്പിച്ചാൽ ഓപ്പറേഷൻ സിന്ദൂർ 1.0 സമയത്ത് കാണിച്ചതുപോലെയുള്ള സംയമനം ഇന്ത്യ കാണിക്കില്ലെന്നും ഒരു പടി കൂടി മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം പറഞ്ഞു. രാജസ്ഥാനിലെ അനുപ്ഗറിലെ സൈനിക പോസ്റ്റിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചരിത്രത്തിലും ഭൂമിശാസ്ത്രത്തിലും ഒരു സ്ഥാനം വേണോ വേണ്ടയോ എന്ന പുനർവിചിന്തനം നടത്തുവാൻ പാകിസ്ഥാൻ നിർബന്ധിതരാകുന്ന തരത്തിൽ അതിനെ ശക്തമായി നേരിടുവാൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഭീകരവാദത്തെ കയറ്റുമതി ചെയ്യുന്നത് നിർത്താത്ത പക്ഷം ഇന്ത്യൻ സൈന്യം യാതൊരു വിധത്തിലുള്ള സംയമനവും പാലിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഏപ്രിൽ 22 നടന്ന പഹൽഗാം ഭീകരാക്രമണത്തിൽ 26 സാധാരണക്കാർ കൊല്ലപ്പെട്ടതിന് പ്രതികരണവുമായി മെയ് 7 നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് ഇന്ത്യൻ സായുധസേന കൃത്യമായ ആക്രമണങ്ങൾ നടത്തുകയും പാക് അധിനിവേശ കാശ്മീരിലും പാകിസ്ഥാന്റെ ഉൾപ്രദേശങ്ങളിലും 9 തീവ്രവാദ ലോഞ്ച് പാഡുകൾ നശിപ്പിക്കുകയും 100-ലധികം തീവ്രവാദികളെ വധിക്കുകയും ചെയ്തിരുന്നു. ഭൂപടത്തിൽ നിലനിൽക്കണമെന്നാണ് പാകിസ്ഥാന്റെ ആഗ്രഹമെങ്കിൽ ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്നത് അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.